ശ്രാവണ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശി ശ്രാവണപുത്രത ഏകാദശി എന്നറിയപ്പെടുന്നു. ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ഭക്തർക്ക് നല്ല ഗുണത്തോടൊപ്പം തന്നെ സന്തതികൾക്ക് അനുഗ്രഹവും ലഭിക്കും. ഏകാദശിയുടെ തലേന്ന് ദശമി ദിവസം ഒരിക്കലൂണ്. ഏകാദശി ദിനം പൂർണ്ണമായി ഉപവസിക്കുകയോ അതിന് സാധിക്കാത്തവർ ഒരു നേരം പഴങ്ങളോ അരിയാഹാരമോ ഒഴിച്ച് മറ്റ് ധാന്യാഹാരങ്ങളോ കഴിക്കുക. എണ്ണ തേച്ച് കുളിക്കരുത്. പകലുറക്കം പാടില്ല. പ്രഭാത സ്നാനത്തിന് ശേഷം ഭഗവാനെ ധ്യാനിക്കുകയും സാധിക്കുമെങ്കിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി വിഷ്ണു സൂക്തം, ഭാഗ്യസൂക്തം, പുരുഷ സൂക്തം തുടങ്ങിയവ കൊണ്ടുള്ള അർച്ചന നടത്തുകയും ചെയ്യുക. അന്നേ ദിവസം മുഴുവൻ അന്യചിന്തകൾക്കൊന്നും ഇടം നൽകാതെ തെളിഞ്ഞ മനസ്സോടെ ഭഗവാനെ പ്രകീർത്തിക്കുന്ന നാമങ്ങൾ ജപിക്കുക. വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും ഉത്തമമാണ്. കഴുകി വൃത്തിയാക്കിയ വെളുത്ത വസ്ത്രം ധരിക്കുക. തുളസി നനയ്ക്കുന്നതും തുളസി തറയ്ക്ക് 3 പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുക. ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത എന്നീ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ശ്രവിക്കുകയോ ചെയ്യുക. ഏകാദശിയുടെ പിറ്റേന്ന് ദ്വാദശി ദിവസം ഹരിവാസര സമയത്തിന് ശേഷം മലരും തുളസിയിലയും ഇട്ട തീർത്ഥം സേവിച്ച് പാരണ വീടുക. ഏകാദശി വ്രതത്തിൻ്റെ ഫലങ്ങൾ എണ്ണിയാൽ തീരാത്തത്രയാണ്. വിഷ്ണുപ്രീതിയും അതിലൂടെ മോക്ഷം ലഭിക്കാനും ഏറ്റവും ഉത്തമ മാർഗമാണ് ഏകാദശി വ്രതം. ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതമനുഷ്ഠിച്ചാൽ മാത്രമേ പൂർണ്ണഫലം ലഭിക്കുകയുള്ളൂ. ജാതകവശാൽ വ്യാഴം അനുകൂലമല്ലാത്തവർക്ക് ദോഷകാഠിന്യം കുറയ്ക്കാൻ ഏകാദശി വ്രതം ഉത്തമമാണ്. ഏകാദശിയുടെ ഒടുവിലത്തെ 15 നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ 15 നാഴികയും കൂടിയ 30 നാഴിക സമയത്തെ ഹരിവാസരം എന്നാണ് പറയുക. ഏകാദശി വ്രതകാലത്തിലെ പ്രധാന ഭാഗമാണ് ഹരിവാസര സമയം. ഈ സമയത്ത് ഭക്ഷണവും ഉറക്കവും പാടില്ല. ഈ സമയത്ത് അഖണ്ഡ നാമജപം ചെയ്യുന്നത് ഏറ്റവും ഗുണകരമാണ് എന്നാണ് വിശ്വാസം. ഭഗവത് സാന്നിധ്യം ഏറ്റവും കൂടുതലായുള്ള ഹരിവാസര സമയത്ത് പൂർണ്ണ ഉപവാസം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ്. ഹിന്ദു മതത്തിൽ ഏകാദശി വളരെ പ്രധാനപ്പെട്ട ദിവസമായി കണക്കാക്കപ്പെടുന്നു. ശ്രാവണപുത്രത ഏകാദശി അതിൽ ഒന്നാണ്. മക്കളില്ലാത്ത ദമ്പതികൾ ഈ ദിവസം ഭക്തിപൂർവം ഉപവസിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായും ഒരു കുട്ടിയുമായി അനുഗ്രഹിക്കപ്പെടും. ഇതുകൂടാതെ മനുഷ്യൻ്റെ എല്ലാ പാപങ്ങളും ഈ ഏകാദശിക്ക് വേണ്ടി ഉപവസിക്കുന്നതിലൂടെ അവസാനിക്കുകയും ചെയ്യും. കൂടാതെ അവർ മരണാനന്തര ജീവിതത്തിൽ രക്ഷയും നേടുന്നു.